അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള കമ്പനികളിൽ ശക്തമായ മുന്നേറ്റം കാണാനാകും. ഇത് ഉറച്ച അടിസ്ഥാന കാര്യങ്ങളും നല്ല വളർച്ചാ സാധ്യതകളും നയിക്കുന്നു. ശക്തമായ ഡിജിറ്റൽ ബാങ്കിംഗ് സമീപങ്ങൾക്കൊപ്പം വായ്പകൾക്കായുള്ള ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിക്കുന്നത് ബാങ്കിംഗ്, സാമ്പത്തിക സേവന മേഖലകളിലെ കമ്പനികൾക്ക് പ്രയോജനപ്പെട്ടേക്കാം. അതേസമയം നവീകരണവും ശക്തമായ ഡിമാൻഡും സുസ്ഥിര ഗതാഗതത്തിലേക്കുള്ള മാറ്റവും മൂലം ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലകളിലെ ഓഹരികൾ ഉയരാൻ സാധ്യതയുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര വിപണിയിൽ കാര്യമായ എക്സ്പോഷർ ഉള്ള കമ്പനികൾക്ക്, പ്രത്യേകിച്ച് ആഡംബര ചരക്കുകളിലും കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങളിലും വളർച്ചയെ ആഗോളമായി കാണാൻ കഴിയും. സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. ICICI ബാങ്ക് ലിമിറ്റഡ് വഡോദരയിൽ രജിസ്റ്റർ ചെയ്ത ഓഫീസുമായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ബഹുരാഷ്ട്ര ബാങ്കും സാമ്പത്തിക സേവന കമ്പനിയുമാണ് ICICI ബാങ്ക് ലിമിറ്റഡ്. നിക്ഷേപ ബാങ്കിംഗ്, ലൈഫ്, നോൺ ലൈഫ് ഇൻഷുറൻസ്, വെഞ്ചർ ക്യാപിറ്റൽ, അസറ്റ് മാനേജ്മെന്റ് എന്നീ മേഖലകളിലെ വിവിധ ഡെലിവറി ചാനലുകളിലൂടെയും സ്പെഷ്യലൈസ്ഡ് സബ്സിഡിയറികളിലൂടെയും കോർപ്പറേറ്റ്, റീറ്റെയിൽ ഉപഭോക്താക്കൾക്കായി ഇത് വിപുലമായ ബാങ്കിംഗ്, സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ് FII 46.22%, DII 44.44%, പബ്ലിക് 9.34%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 45,027, ഏർണിംഗ് പെർ ഷെയർ 63.19, റേഷ്യോസ് 17.49. ശക്തമായ റീറ്റെയിൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ, വെൽത്ത് മാനേജ്മെന്റ് സേവനങ്ങൾ, വൈവിധ്യമാർന്ന സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ ഒന്നാണ് ICICI ബാങ്ക്. ഇന്ത്യയിലും അന്തർദേശീയമായും ഇതിന് വിപുലമായ വ്യാപനമുണ്ട്. ഇത് ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും പ്രമുഖ സ്റ്റോക്കിൽ ഒരാളായി മാറുന്നു. സ്റ്റോക്ക് പ്രകടനം. റീറ്റെയിൽ, കോർപ്പറേറ്റ് ബാങ്കിംഗ് മേഖലകളിലെ വളർച്ചയോടെ ICICI ബാങ്ക് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ബാങ്കിംഗ്, ആസ്തി നിലവാരം, വായ്പാ വളർച്ച മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അതിന്റെ ഓഹരി വില ക്രമാനുഗതമായി വർദ്ധിച്ചു. പ്രൈസ് പെർഫോമൻസ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്റ്റോക്ക് ഉയർന്ന പ്രവണതയിലാണ് വ്യാപാരം നടത്തുന്നത്. ശക്തമായ അടിസ്ഥാന കാര്യങ്ങളും അതിന്റെ വായ്പാ പോർട്ട്ഫോളിയോയിലെ സ്ഥിരമായ വളർച്ചയും കാരണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 6.5 ട്രില്യൺ. ICICI ബാങ്കിന്റെ പ്രധാന ശക്തികളിൽ അതിന്റെ വലിയ റീറ്റെയിൽ ബാങ്കിംഗ്, ഉപഭോക്തൃ അടിത്തറ, ഡിജിറ്റൽ പരിവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, ശക്തമായ റിസ്ക് മാനേജ്മെന്റ് എന്നിവ ഉൾപ്പെടുന്നു. ഇത് ഡിജിറ്റൽ ബാങ്കിംഗ് സൊല്യൂഷനുകൾ വിപുലീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് വരുമാന വളർച്ചയെ കൂടുതൽ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രെഡിറ്റ് വളർച്ച. റീറ്റെയിൽ വായ്പകളിൽ ബാങ്ക് ആരോഗ്യകരമായ വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അതിന്റെ വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതിൽ കാര്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. അസറ്റ് ക്വാളിറ്റി NPA അനുപാതം നിയന്ത്രണത്തിലാണ്. ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെന്റിൽ ബാങ്ക് വിവേകപൂർണമായ സമീപനം പുലർത്തുന്നു. ICICI ബാങ്ക് അടുത്തിടെ തങ്ങളുടെ ഡിജിറ്റൽ ബാങ്കിംഗ് സമീപങ്ങളിൽ കാര്യമായ ഉത്തേജനം പ്രഖ്യാപിച്ച് ഒരു പുതിയ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് പുറത്തിറക്കി. റീറ്റെയിൽ ബാങ്കിംഗിലും ഡിജിറ്റലൈസേഷനിലും തന്ത്രപരമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ICICI ബാങ്ക് ശക്തമായ സാമ്പത്തിക നില നിലനിർത്തുന്നു. വായ്പകളിലെ സ്ഥിരതയുള്ള വളർച്ചയും ആസ്തി നിലവാരത്തിലുള്ള പുരോഗതിയും ഭാവിയിലെ വളർച്ചയ്ക്ക് ബാങ്ക് നല്ല സ്ഥാനത്താണെന്ന് സൂചിപ്പിക്കുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ്. ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡ് ഒരു ഇന്ത്യൻ മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് കമ്പനിയാണ്. മുംബൈ ആസ്ഥാനവും ടാറ്റ ഗ്രൂപ്പിന്റെ ഭാഗവുമാണ്. കമ്പനി കാറുകൾ, ട്രക്കുകൾ, വാനുകൾ, ബസുകൾ എന്നിവ നിർമ്മിക്കുന്നു. ബ്രിട്ടീഷ് ജാഗ്വാർ ലാൻഡ് റോവറും ദക്ഷിണ കൊറിയൻ ടാറ്റ ഡേവുവും സബ്സിഡിയറികളിൽ ഉൾപ്പെടുന്നു. ടാറ്റ മോട്ടോഴ്സിന് ഹിറ്റാച്ചി, ഫിയറ്റ് ക്രിസ്ലർ, ടാറ്റ ബ്രാൻഡഡ് വാഹനങ്ങൾക്ക് വാഹനഭാഗങ്ങൾ നിർമ്മിക്കുന്ന സ്റ്റെല്ലാന്റിസ് എന്നിവയുമായി സംയുക്ത സംരംഭങ്ങളുണ്ട്. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 42.58%, FII 20.54%, DII 16.42%, പബ്ലിക് 20.44%.
ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 31,106. ഏണിംഗ് പെർ ഷെയർ 81.95. റേഷ്യോസ് 36.97. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ടാറ്റ മോട്ടോഴ്സിന് ശക്തമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഇലക്ട്രിക് വാഹന മോഡലുകളുടെ ശക്തമായ ഡിമാൻഡും ആഗോള വിപണിയിലെ തുടർച്ചയായ വിപുലീകരണവും അതിന്റെ ഇവി ബിസിനസ്സിന്, പ്രത്യേകിച്ച് നെക്സൺ ഇവിയെ ചുറ്റിപ്പറ്റിയുള്ള പോസിറ്റീവ് മാർക്കറ്റ് വികാരം കാരണം സ്റ്റോക്ക് വില ഉയർന്നു. പ്രൈസ് പെർഫോമൻസ്. ഇവി മേഖലയിലെ ശക്തമായ വിൽപ്പനയും ആഗോള വാഹന വിപണിയിലെ വീണ്ടെടുപ്പും കാരണം ഈ സ്റ്റോക്ക് സമീപ മാസങ്ങളിൽ നല്ല വളർച്ച കൈവരിച്ചു. സമീപകാല ഡാറ്റ പ്രകാരം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 2.4 ട്രില്യൺ. ടാറ്റ ഗ്രൂപ്പിന്റെ പിന്തുണയുള്ള ഓട്ടോമൊബൈൽ ഭീമനായ ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി വില 2025 പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ ഒരു വാങ്ങൽ പ്രവണതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. എന്നിരുന്നാലും ഹെവിവെയ്റ്റ് ഓട്ടോ സ്റ്റോക്ക് അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന വ്യാപാരത്തിൽ വ്യാപാരം തുടർന്നു. സ്റ്റോക്ക് അതിന്റെ ഒരു വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ നിന്ന് 31 രൂപയ്ക്ക് മുകളിലാണ്. ഇതൊക്കെയാണെങ്കിലും ബ്രോക്കറേജുകൾ ടാറ്റ മോട്ടോഴ്സിനെക്കുറിച്ചുള്ള അവരുടെ നിലപാട് വാങ്ങുന്നതിനായി അപ്ഗ്രേഡ് ചെയ്തു. 2025 ടാർഗറ്റ് വില സ്റ്റോക്കിൽ 1,200 രൂപയ്ക്ക് അടുത്താണ്. 2025 ജനുവരിയിൽ ടാറ്റ മോട്ടോഴ്സ് അതിന്റെ വാണിജ്യ വില വർധനവ്, വിൽപ്പന ഡാറ്റ്, കൂടാതെ 1:1 എന്ന ഡീമെർജർ അനുപാതത്തിൽ 2 വാണിജ്യ, പാസഞ്ചർ വാഹന വിഭാഗങ്ങളായി വരാനിരിക്കുന്ന ബിസിനസ് വിഭജനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ടാറ്റ മോട്ടോഴ്സ് ഡിമെർജർ. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വികസനം ടാറ്റ മോട്ടോഴ്സിന്റെ ബിസിനസ് 1:2 അനുപാതത്തിൽ വിഭജിക്കുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിനെ 2 വ്യത്യസ്ത ലിസ്റ്റഡ് കമ്പനികളായി വിഭജിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. വിഭജന അനുപാതം 1:1 ആണ്, അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരി ഉടമകൾക്ക് ലിസ്റ്റ് ചെയ്ത 2 കമ്പനികളിലും ഒരേ ഓഹരികൾ ഉണ്ടായിരിക്കും. 2025 ടാറ്റ മോട്ടോഴ്സ് 1000 രൂപയിലെത്തുമോ? ടാറ്റ മോട്ടോഴ്സ് ഷെയറിന് 870 രൂപ ടാർഗറ്റ് വിലയിൽ നിന്ന് വാങ്ങൽ നൽകി. 2025 മുതൽ 2027 സാമ്പത്തിക വർഷത്തിൽ ജാഗ്വാർ ലാൻഡ് റോവറിന്റെ വോളിയം 6.5% CAGR രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. PV, CV, JLR തുടങ്ങിയ ടാറ്റ മോട്ടോഴ്സ് ബിസിനസ്സുകൾക്ക് നേരിയ തോതിൽ കുറഞ്ഞ മാർജിനുകളും കുറഞ്ഞ മൂല്യനിർണ്ണയ ഗുണിതങ്ങളും പ്രതീക്ഷിക്കുന്നത് ശ്രദ്ധേയമാണ്. ടാറ്റ മോട്ടോഴ്സ് അതിന്റെ മുകളിലേക്കുള്ള പാത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യേകിച്ചും ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണികളിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം. വരാനിരിക്കുന്ന ആഴ്ചയിൽ കൂടുതൽ നേട്ടങ്ങൾ കാണാനാകും, പ്രത്യേകിച്ചും ഇവി വിഭാഗം ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നത്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. ഈ 2 ഓഹരികളായ ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് എന്നിവ അവരുടെ ഉറച്ച അടിസ്ഥാന കാര്യങ്ങൾ, പോസിറ്റീവ് മാർക്കറ്റ് സെന്റിമെന്റ്, വാഗ്ദാനമായ ഭാവി കാഴ്ചപ്പാട് എന്നിവയെ അടിസ്ഥാനമാക്കി ശക്തമായ വളർച്ചാ സാധ്യതകൾ കാണിക്കുന്നു. 2 ഓഹരികളും വരും ആഴ്ചയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും വിപണി സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുകയാണെങ്കിൽ നല്ല ഒരു ബൈയിങ് ഓപ്ഷൻ ആയിരിക്കും ഈ സ്റ്റോക്കുകൾ. താങ്ക് യു.